പല നോവലുകളും എഴുതിയിട്ടുള്ള ആളുകളാണ്, സാഹിത്യമായിട്ട് ബന്ധമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളിൽ ഒന്ന്, ആ എഴുതിയ കാലഘട്ടം 80കളിലാണ്. അത് വളരെ പ്രസക്തമാണ്. അന്നത്തെ സാഹിത്യ രചനയുടെ രീതി വെച്ചിട്ട് വേണം ഈ പുസ്തകം വിലയിരുത്തുന്നത്, ഇന്നത്തെ അല്ല. അപ്പോൾ അന്ന് ബോംബെയിൽ വെച്ച് എഴുതിയ ശേഷം ഞാനിവിടെ ഒന്നും അവിടെ കോപ്പി കൊടുത്തു, ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ഇത് പ്രസിദ്ധീകരിക്കണം, ഇത് വേറിട്ട ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത് സലീം കുമാറാണ്. അതായത് ഇവിടുത്തെ റൈറ്റേഴ്സ് നെറ്റ്വർക്കിന്റെ സാരഥിയായിട്ടുള്ള സലീമിനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ആ പ്രത്യേകത ഗ്രഹിക്കാനായിട്ട് ആകെ ഒരാൾ മാത്രമേ ലക്ഷങ്ങളിൽ ഉണ്ടായെന്ന് പറയുന്ന ഒരു വേറിട്ട സംഭവമാണ്. അതും സലീം കുമാർ ഇത് 23 കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റിയിലോ മറ്റോ എവിടെയാണ് അത്ര ഈ പുസ്തകം കണ്ടതും വായിച്ചതും എന്നോട് പറഞ്ഞു. ഞാൻ അത്ര കാര്യമായിട്ടിരുന്നില്ല, കാരണം പിന്നീട് അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. എൻ്റെ പുസ്തകങ്ങളിൽ രണ്ടെണ്ണം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രകാശനം ഇതാദ്യമാണ്. എന്നുവെച്ചാൽ ഞാൻ എഴുതി പലർക്കും കോപ്പി കൊടുത്തിട്ടുണ്ടെങ്കിലും പബ്ലിസിറ്റിക്ക് പോയിട്ടില്ല. എന്റെ തന്നെ ഹാസ്യവേദിയിൽ എനിക്ക് വേണമെങ്കിൽ പ്രകാശനം ചെയ്യായിരുന്നു. 20 കൊല്ലമായിട്ട് നിലവിലുള്ള സംഘടന ഇന്നും ഉണ്ട്, വേറെ പോകാതെ. പക്ഷെ ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ആയുസിന്റെ ലുപ്തത കൊണ്ടും ആടും പറ്റും ഈ ലോകാവസ്ഥ പിടിച്ചതുകൊണ്ട് നാമമാത്രമായി അങ്ങനെയുള്ളൂ. ഇന്ന് ഹാസ്യവേദിയിൽ തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള പിന്നെ മിസ്റ്റർ മോഹൻ എന്ന് തുടങ്ങിയ ആളുകൾ ഇവിടെയുള്ളത്. പ്രധാനത്തിൽ തന്നെയാണ് നമ്മുടെ ഹെന, പിന്നെ പി കെ നായർ, പലപ്പോഴും ഇവരെ ഹാസ്യവേദിയിൽ വിട്ടുവന്നുള്ള. എന്നിട്ടും ഹാസ്യവേദിയിൽ പുസ്തകം ഞാൻ ഇതുപോലെ പ്രകാശനം ചെയ്യാൻ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഹാവ് സോ മച്ച് ഓഫ് പബ്ലിസിറ്റി, ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബീറ്റ് മൈ ഓൺ ട്രംപറ്റ്. പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴി ലബർത്തിട്ട് കഴിഞ്ഞിട്ട് പുറത്ത് കയറിയിട്ട് അറിയിക്കാൻ ലോകത്തെ. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാലം നിശ്ചയിക്കുക രചനയുടെ ഗുണം. ആശുപത്രിയിലേക്ക് പോയപ്പോ എനിക്ക് അറിയില്ല, ഞാൻ പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ മകൻ പറയുകയാണെങ്കിൽ പ്രസംഗവധ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രസംഗവധം ഒരു കാലിക പ്രശ്നമാണ്, അവിടെ എല്ലാവരും ബാധിക്കുന്നതാണ്. സമയത്ത് എല്ലാവരും കൃത്യസമയത്ത് തിരിച്ചു പോകാനുള്ളതാണ്. പ്രത്യേകം ബാംഗ്ലൂർ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അപ്പൊ അതുകൊണ്ട് എല്ലാവരും സമയത്ത് നമ്മൾ മാനിച്ചുകൊണ്ട് വേണം നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ. അപ്പൊ ഈ ഭാഗത്തില് ഡോക്ടർ പറഞ്ഞത് വിലയിരുത്തിയതും ഉടനീളം വായിച്ചിട്ട് തന്നെ ഇത് എല്ലാം പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു നാവികന്റെ ജീവിത സംഘർഷങ്ങൾ, മോഹങ്ങള്, മോഹഭംഗങ്ങള്, കുടുംബസ്നേഹം, രാജ്യസ്നേഹം, ഇതൊക്കെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. പിന്നെ അതിൽ ഈ അനുഭൂതി എന്ന് പറയുന്നത്, അതിലെ ഇത് ഓട്ടോബയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ അത് കൃഷ്ണൻ എന്ന കഥാപാത്രം എഴുത്തുകാരനോട് സാമ്യമുള്ളതായിട്ട് വരും. തീർച്ചയായിട്ടും പല രചനകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇതിലും വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള രചനകൾക്ക് കൂടുതൽ തീക്ഷ്ണത ഉണ്ടാകും, അനുഭവ തീക്ഷ്ണത രചനകൾ കൂടും. ഭാവനയേക്കാൾ കൂടുതൽ അനുഭവ തീക്ഷ്ണതയായിട്ടുള്ളതായിരിക്കും അവിടെ എഴുതുമ്പോഴേ വരുന്നത്. അപ്പോൾ ഇതിൽ പരാമർശിച്ച മദ്രാസിൽ പ്രശ്നം പറയാം. ഞാൻ ബോംബെയിൽ 25 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഇവിടെ സർവീസിലും ഉണ്ടായിരുന്നു, എയർ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. സർവീസ് വെച്ചാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മള് സൗത്ത് ഇന്ത്യക്കാരെ എല്ലാവരും മദ്രാസികളിൽ നിന്ന് വിളിക്കും. മദ്രാസിന്റെ ഇപ്പോൾ ഡോക്ടർ പ്രേമന്റെ കാലമദ്രാസിൽ വിളിക്കില്ല, അതിന് സൂചനകള് എനിക്കതല്ല, എനിക്ക് തോന്നും അതോ കാലാമദ്രാസിൽ വരുന്നതായാലും. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും കാലാമദ്രാസിൽ വിളിച്ചിട്ടില്ല. പക്ഷെ ഈ വിവരദോഷികൾ എന്താ വെച്ചിട്ട് തെക്കുള്ളവരുണ്ടല്ലോ, തമിഴനായാലും തെലുങ്കനായാലും ശരി, ആന്ധ്രക്കാരെല്ലാവരും ഉണ്ടല്ലോ, മലയാളി ആയാലും ഒക്കെ മദ്രാസിയാണ്. പിന്നെ ഉച്ചത്തോടുകൂടി പറയുന്നതാണ് കാലാമദ്രാസി. അവിടുത്തെ രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഇവിടുത്തെ വിഭാഗം താമസത്തിലേക്ക് വന്നത്. അവിടെ മദ്രാസികളുടെ സൈന്യങ്ങളുടെ അല്പം ഒരു ചൊരുക്ക് അത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നത്. അപ്പൊ ഇവിടെ വന്നാലും എന്നെ കാലാമദ്രാസി, ഞാൻ സൗത്ത് ഇന്ത്യയിലാണ്, ഇതും സൗത്ത് ഇന്ത്യയാണ്. അപ്പൊ ആ ഒരു ഭാരതത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴും എന്താണ് പ്രശ്നം, മലയാളി ഞാൻ വലിയ വിഷമാണ്. പിന്നെ പല മലയാളികൾക്ക് ഞണ്ടിന്റെ സ്വഭാവം, ഒരാൾ ഉയർന്നു പോകുന്നുണ്ടോ ഞണ്ടിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്,
ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ സാഹിത്യ രംഗത്തുണ്ട്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കറിയില്ല. പിന്നെ എനിക്ക് സീനിയോറിറ്റില്ല. ഞാൻ 95-ലാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. എനിക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ചിലവരുണ്ട് ഇവിടുത്തെ സാഹിത്യ ശൂലികൾ. അവര് നമ്മൾ അംഗീകരിക്കാൻ ചെയ്യാറില്ല. 4 പുസ്തകം എഴുതിച്ച് ഇവിടെ വന്നപ്പോൾ എന്നെ അംഗീകരിക്കില്ല. ഇയാളെ കൊണ്ടുവന്നാണ് ആലോചിക്കുന്നത്. ഞാൻ അവിടെ സാഹിത്യ പ്രവർത്തനം കഴിഞ്ഞിട്ട് മുമ്പ് കേരള സമാജത്തിന്റെ ഞാൻ പേപ്പറാണ്. പിന്നെ അവരുടെ മാസികയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് സീനിയോറിറ്റി പോരാ എന്നുള്ള ഒരു നിലപാടാണ് ഇവിടുത്തെ എനിക്ക് മുമ്പ് വന്നിട്ടുള്ള സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള എഴുത്തുകാർ. പക്ഷെ ഞാൻ അംഗീകരിക്കുന്നില്ല അവരാരും. പിന്നെ എന്താന്ന് വെച്ചിട്ടില്ല, ഒരു ഇത് തോന്നാൻ തോന്നുന്നത് സ്വാഭാവികമായിട്ടും മലയാളിയെ അംഗീകരിക്കാൻ കഴിയാത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലെറ്റ് 100 flowers bloom. എനിക്ക് സാഹിത്യത്തിൽ എഴുതുന്നവരോട് വലിയ മതിപ്പാണ്. അപ്പോൾ എല്ലാവരും എഴുതുമ്പോൾ തനിക്ക് വെറുക്കുഞ്ഞാണ് അതുപോലെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഉത്തരേന്ത്യൻ സ്ഥലത്തിനും വിവേചനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അത് വളരെ അധികം സ്പർശിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ മദ്രാസ് പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹാസ്യരചന ഇതിൽ ഒരു തരി പോലും ഹാസ്യം കലർത്തിയിട്ടില്ല. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. കുടുംബപരമായിട്ടുള്ളതും പിന്നെ രാജ്യസ്നേഹത്തിൻ്റെ ആയാലും ശരി നാഗരിക ജീവിതത്തിൻ്റെ ഒന്നിച്ചിട്ടുള്ള ഒരു രചനയാണിത്. അപ്പോൾ അത് ഒരു ക്ലാസിക്കാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതിന് ആ കാലഘട്ടത്തിൻ്റെ രചന വെച്ച് നോക്കുമ്പോൾ റീഡബിലിറ്റി ഉള്ള ഒരു പുസ്തകം തന്നെയാണ്. ഇന്നും നമുക്ക് അത്യന്താധുനിക രചന ഇല്ലാതെ വായിച്ചു പോകാൻ പറ്റുന്ന ഒന്നാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശിവതി ഇതിലെയും എൻ്റെ പുസ്തകത്തെ കുറിച്ച് ഇത് ഒരു ചർച്ച